ബ്രൗണി ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ കേക്ക്ലെറ്റ്. ബ്രൗണി ഉണ്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ചോക്ലേറ്റും നമ്മൾ ഓയിലാണോ ബട്ടറാണോ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൂടി ചേർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഒരിക്കലും ചൂടോടുകൂടി നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് മിക്സിനെ നമ്മുടെ എഗ് ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. അത് നമ്മുടെ ബ്രൗണിയുടെ ടെക്സ്ചറിനെ നല്ല രീതിയിൽ ബാധിക്കും. നമ്മുടെ ബ്രൗണിക്ക് ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി പൗഡറില്ലേ. അത് നമ്മൾ ഒരുപാടൊന്നും ചേർക്കേണ്ട, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാം. അത് എപ്പോഴാണ് ചേർക്കേണ്ടത്? നമ്മൾ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യില്ലേ, അതേ ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക, തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെച്ചിരുന്നാൽ മതി. അതുപോലെ പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ എഗ് ബാറ്ററിൽ എല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിത് ഭയങ്കര തിക്ക് ഫീൽ ചെയ്യും, ഭയങ്കര കട്ടിയായി പോയല്ലോ എന്ന് തോന്നും. പക്ഷെ ഒരിക്കലും നമ്മൾ ഇതിലോട്ട് പാലോ ചൂടുവെള്ളമോ എന്ത് ചെയ്യരുത്, ഒഴിച്ച് കൊടുക്കരുത്. ബ്രൗണിയുടെ ബാറ്റർ എപ്പോഴും നല്ല തിക്ക് ബാറ്റർ ആയിരിക്കും. നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്തും കുറച്ചൊന്ന് പാടായിരിക്കും മിക്സ് ചെയ്തെടുക്കാൻ. അധികം സ്ലോ ആയിട്ട് സമയമെടുത്ത് എന്നെ എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇത്രയും തിക്നെസ്സിലായിരിക്കും എന്ത് ചെയ്യുക, ബാറ്റർ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക എന്നുള്ളത്. ബട്ടർ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രൗണി നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. ഡിമോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രൗണി ബേക്ക് ചെയ്ത് നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഡിമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളിനി അടുത്തൊരു തവണ ബ്രൗണി ചെയ്യുന്ന സമയത്ത് ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ദ കേക്ക്ലെറ്റ്.